അറിയില്ല, സ്ക്രിപ്റ്റ് വായിച്ചില്ല. ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ. അങ്ങനെ അത് ചുമ്മാ അടിച്ചു. വാഴ യൂണിവേഴ്സ് തുടങ്ങിയിട്ട് നിങ്ങൾ അപ്പൊ നിങ്ങളില്ലാണ്ട് എന്ത് വാഴ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒരു ക്യാമിയായിട്ടെങ്കിലും വരണം. സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയല്ല. എങ്ങനെ വാഴ 2 പ്രേക്ഷകർ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് വാഴ 2-ന് വേണ്ടി. ഞങ്ങളും പ്രേക്ഷകരെക്കാളും ഞങ്ങളും. ഫുള്ള് ഇതാണോ ഫോറിൻ അബ്രോഡ്? ഫുള്ളൊന്നുമല്ല, നാട്ടിൽ തന്നെ പോയത്. ഹാഫ് അല്ലേ, ഒരു പകുതിയോളം നാട്ടിൽ, പകുതിയോളം പുറത്തൊക്കെ. വാഴയിലുള്ള തേ പുളി ഉണ്ടല്ലോ, ആ പുളി ഇതിലും കാണാം. ഉണ്ടാവണമല്ലോ. പുളിയാണോ പുള്ളിയാണോ? വാഴയുള്ളവരും ഇതിനകത്തുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും പുതിയ കുറേ ആൾക്കാർ, പുതിയ വാഴകൾ, പുതിയ കഥാപാത്രങ്ങളൊക്കെ. രവീന്ദ്രാസ് യൂണിവേഴ്സ് പ്രതീക്ഷിക്കാമോ? സിനിമാറ്റിക് യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സായിട്ടൊന്നുമല്ലത്. ഈ ജനറേഷന്റെ ഭയങ്കര ഇപ്പൊ വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കര ഒരു തിളങ്ങിയ ഇതാണല്ലോ ഇവരുടെ പ്രതീക്ഷകൾ. അതാ ഇത് പഴയ വാഴ, പുതിയ വാഴ, പുതിയ അച്ഛന്മാർക്ക് വഴിമാറി കൊടുത്തു അല്ല. വളരെ സന്തോഷമുണ്ട്, കാരണം വാഴ ഗംഭീര സിനിമയായിരുന്നു. നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച ഫിലിമാണ്. അപ്പോൾ രണ്ടാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷം. ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാഴ എന്നൊരു സക്സസിന് ശേഷമാണല്ലോ. അപ്പോഴേക്കും എങ്ങനെയാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഒരു മിനി സ്ക്രീൻ താരവും കൂടെയാണല്ലോ. എന്തായാലും സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതിൽ. താങ്ക് യു.